തിരുവനന്തപുരത്ത് ഗുണ്ടാ നേതാക്കൾക്കൊപ്പം മദ്യസൽക്കാരത്തിൽ പങ്കെടുത്ത CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗം വർക്കലയിലെ CPM നേതാവായ നിതിൻ നായർ ഗുണ്ടകൾക്കൊപ്പം മദ്യപിക്കുന്ന ദൃശ്യം ജനം TVക്ക് ലഭിച്ചു. കഴിഞ്ഞ ദിവസം 19-കാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച പ്രതികൾക്കൊപ്പമാണ് ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മദ്യപാനം. വിശദാംശങ്ങൾ MS വീണ നൽകും. വീണ, കൊടും ക്രിമിനലുകൾക്കൊപ്പം ഇരുന്ന് മദ്യസൽക്കാരം നടത്തുന്നുവെങ്കിൽ ആ ക്രിമിനലുകളെ നിയന്ത്രിക്കുന്നതും ഇവരൊക്കെ തന്നെ ആയിരിക്കുമല്ലോ. കാരണം CPM-ന്റെ ഒരു പൊതുശൈലി നമുക്കറിയാം. എല്ലാ സ്ഥലത്തും എല്ലാ നാട്ടിലും ഏറ്റവും കൊള്ളരുതാത്ത ആൾക്കാരെ കൂടെ കൂട്ടി അവരെ ഇങ്ങനെ നിയന്ത്രിക്കുന്നതാണ് CPM-ന്റെ ഒരു പൊതു ശൈലി എന്നത്. ഇപ്പോൾ അതിൻ്റെ ഏറ്റവും പ്രത്യക്ഷമായ ഉദാഹരണമാണല്ലോ ഈ ദൃശ്യങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായും ഗൗതം, അതുതന്നെയാണ് ക്രിമിനലുകൾക്കൊപ്പമുള്ള ചങ്ങാത്തവും അവർക്ക് എല്ലാ പിന്തുണയും നൽകുന്ന CPM സഖാക്കൾ കേരളത്തിലുടനീളമുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. അത്തരത്തിലുള്ള ഒരു ദൃശ്യങ്ങൾ തന്നെയാണ് ജനം TV ഇപ്പോൾ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിച്ചിരിക്കുന്നത്. തിരുവനന്തപുരം വർക്കലയിൽ, നമുക്കറിയാം, വർക്കലയിൽ നിരവധി ടൂറിസ്റ്റുകളാണ്, വിനോദസഞ്ചാരികളാണ് ഓരോ ദിവസവും അങ്ങോട്ടേക്ക് എത്തുന്നത്. പല മേഖലകളിൽ നിന്ന് എത്തുന്നവരുണ്ട്, ഒപ്പം തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് എത്തുന്നവരുണ്ട്, അന്യനാടുകളിൽ നിന്ന് എത്തുന്നവരുണ്ട്. അവർക്കൊക്കെ അവരുടെ സഞ്ചാരവുമായി ബന്ധപ്പെട്ട് സ്വാതന്ത്ര്യത്തോടു കൂടി സഞ്ചരിക്കുവാനുള്ള കാര്യങ്ങളിലടക്കം നിയന്ത്രണങ്ങളുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കഴിഞ്ഞ ദിവസം തഞ്ചാവൂരിൽ നിന്നെത്തിയ 19-കാരൻ വിനോദസഞ്ചാര ഭാഗമായാണ് ക്ലിഫ് ഹൗസിന്റെ മേഖലയിലേക്ക് സ്ഥലങ്ങൾ കാണുന്നതിനും അവിടെ ആ ഒരു ഒഴിവുകാലം സന്തോഷകരമായി വർക്കലയിൽ ചിലവഴിക്കുന്നതിനുമായിട്ട് എത്തിയ ഒരു സംഘത്തിൽപ്പെട്ട 19-കാരന് നേരെയാണ് ഈ വർക്കല സ്വദേശികളാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഗുണ്ടകളുടെ നേതൃത്വത്തിൽ ആക്രമണം ഉണ്ടായത്. 19 വയസ്സുകാരനെ കുത്തിപ്പരിക്കേൽപ്പിച്ച ഗുണ്ടകൾക്കൊപ്പമാണ് ഈ ഏരിയ കമ്മിറ്റി അംഗം ഇരുന്ന് മദ്യപിക്കുന്നത്. ആ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വരുന്നത്. അവർ നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണെന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പലപ്പോഴും ഈ ക്രിമിനലുകൾക്കൊപ്പമുള്ള ചങ്ങാത്തവും ഇത്തരത്തിലുള്ള ക്രിമിനൽ വാസനകൾക്ക് നൽകുന്ന പ്രോത്സാഹനം കൂടിയാണെന്ന് പറയേണ്ടി വരും. കാരണം ഇദ്ദേഹം, അതായത് നിതിൻ നായർ എന്നത് വർക്കലയിലെ ഏരിയ കമ്മിറ്റി അംഗമാണ്, ഒപ്പം തന്നെ മുൻ കൗൺസിലർ കൂടിയായിരുന്നു, ഒപ്പം തന്നെ ആ സമയത്ത് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കൂടിയായിരുന്നു. ഇത്തരത്തിലൊരു ജനപ്രതിനിധി ആയിരുന്ന ആളാണ് ഇത്തരത്തിൽ ക്രിമിനലുകൾക്ക് ഒത്താശ പാടിക്കൊണ്ട് അവർക്കൊപ്പം ഇരുന്ന് ആടിയും പാടിയും ഒക്കെ മദ്യപിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. ഇദ്ദേഹത്തിനെതിരെ, നിതിൻ നായർക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നുള്ള ആവശ്യം കൂടി പ്രാദേശിക തലത്തിൽ നിന്ന് ഉയരുന്നുണ്ട്. ഏതു തരത്തിലുള്ള സൗഹൃദമാണ്? ഇത്തരത്തിലുള്ള ആക്രമണം നടന്നതിന് ശേഷമാണോ ഇവരോടൊപ്പം ഈ ഒരു ആഘോഷത്തിൽ മദ്യസൽക്കാരത്തിൽ പങ്കെടുത്തതെന്നുള്ള ആരോപണങ്ങൾ കൂടി ശക്തമാകുന്ന സാഹചര്യമുണ്ട്. എന്തായാലും വർക്കല പോലീസിൽ കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നടത്തണമെന്നൊരു ആവശ്യം കൂടിയുണ്ട്. ഒപ്പം തന്നെ ഈ ആക്രമണത്തിന് ശേഷം ഇവർ ഗൂഢാലോചന നടത്തിയതിലും ഈ നിതിൻ നായർക്ക് പങ്കുണ്ടോ എന്നുള്ള ഒരു സംശയം കൂടി ഇപ്പോഴും ബലപ്പെടുകയാണ്. ഗൗതം.